കടങ്ങോട് പഞ്ചായത്തിന്റെ മാലിന്യമുക്ത ഗ്രാമം എന്ന ആശയം പാഴായി പോകുന്നതായി കോൺഗ്രസ് LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ വാഹനങ്ങൾ നശിച്ചു പോകുന്നതായും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തോടെ കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന പരിപാടികൾ പ്രഹസനം മാത്രമാണെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഹരിതകർമ്മസേനാംഗങ്ങളെ ഉപയോഗിച്ച് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തുക ഈടാക്കിയാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. യഥാസമയങ്ങളിൽ നീക്കം ചെയ്യാത്തതിനാൽ മിനി MCFകൾ നിറഞ്ഞു കവിഞ്ഞ് മാലിന്യങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പാഴ്വസ്തുക്കൾ കൊണ്ടുപോകുവാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 3 വാഹനങ്ങൾ കട്ടപ്പുറത്തിരുന്ന് നശിക്കുകയാണ്. ഡ്രൈവർ ഇല്ല എന്ന കാരണം പറഞ്ഞാണ് ഇവ ഉപയോഗിക്കാത്തത്. കേരള സർക്കാർ ആവിഷ്കരിച്ച മാലിന്യമുക്ത പദ്ധതികൾ തലതിരിഞ്ഞ രീതിയിൽ നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനേങ്ങാട് എന്നിവർ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ മാലിന്യ ശുചീകരണ യജ്ഞം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാവപ്പെട്ട ഹരിത സേനയുടെ സഹോദരിമാരെ കൊണ്ടുകൊണ്ട് വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ കൂമ്പാര യജ്ഞം. ഈ ഹരിത സേന സമാഹരിക്കുന്ന ചാക്ക് കണക്കിനുള്ള സാധനങ്ങൾ റോഡ് സൈഡിനാണ് കിടക്കുന്നത്. അത് പൂച്ചയും നായും എല്ലാം വലിച്ചെറിഞ്ഞ് അത് റോഡില് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളുടെയും നാടകീയമായ ഉദ്ഘാടന ചടങ്ങുകളാണ്. യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു കക്ഷി എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് കൂടി ഇതിനെതിരായിട്ട് മുന്നോട്ടിറങ്ങി അത് നല്ല രീതിയിൽ ആ മാലിന്യത്തിനെ എങ്ങനെ സംസ്കരിക്കാൻ പറ്റും എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് അതിനെ കാണിച്ചു തരണമെങ്കിൽ അത് വേണമെങ്കിൽ തയ്യാറാണെന്നുള്ളതാണ് ഇതിലെ ഉദ്ദേശിക്കുന്നത്. കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറി കരീം വെള്ളർക്കാട്, MS അഷ്റഫ്, സലിം വെള്ളർക്കാട് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു.